സുല ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മുടെ ഇറ്റലിയിൽ നിന്ന് ഞങ്ങൾ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ലൊവേനിയയിലേക്കാണ് പോകുന്നത്. രാവിലെ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സ്ലൊവേനിയയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പോസ്റ്റോയിന ഗുഹയിലേക്കാണ് ഞങ്ങൾ പോണത്. അവിടുത്തെ ചുണ്ണാമ്പ് കല്ലിൻ്റെ ഇതാണ് ഗുഹകൾ, ചുണ്ണാമ്പ് കല്ലാണ് അത്. എന്നുവെച്ചാൽ മണ്ണ് ഇങ്ങനെ ചെറിയ ഇതിൽ കൂടെ അങ്ങനെ വീണ് അങ്ങനെ അത് 1 സെൻറ്റിമീറ്റർ വളരെ 1000 കൊല്ലത്തിനുള്ളിലാണ് ഇങ്ങനെ 1000 കൊല്ലാകുമ്പോൾ 1 സെൻറ്റിമീറ്ററൊക്കെ വളരും. അങ്ങനെയാണ് അത്. ഇപ്പം നമ്മൾ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഈ യാത്ര തന്നെ മനോഹരമായിട്ടുള്ളൊരു യാത്ര കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടാവും അതിങ്ങനെ വീണിട്ട് ഓരോ മല പോലെയൊക്കെ ഉണ്ടായി നിൽക്കണത്, തൂണുകൾ, പാറത്തൂണുകളും അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വിസ്മയമാണ്. ഇതൊക്കെ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ സഞ്ചാരത്തിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണേണ്ടതിന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ നമ്മുടെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കൂടെ വന്ന് അത് കാണേണ്ട ഒരു അത്ഭുത ലോകം തന്നെയാണ്. നമ്മളങ്ങോട്ട് വിസ്മയിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോയി. പിന്നെ കുറച്ച് ഗൈഡ് അതിന് നടന്നു, കണ്ടു. ഭൂഗർഭ ഇതിൽ കൂടിയാണ് നമ്മളൊരു പുതിയൊരു ലോകത്തെത്തിയ പോലെ നമുക്ക് തോന്നും. അത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു ഇതാണത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഉച്ചഭക്ഷണം നല്ലൊരു ഭക്ഷണം, നല്ലതായിരുന്നു ഭക്ഷണമൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിശുദ്ധ ആൻ്റണിയുടെ ബസിലിക്ക സന്ദർശിക്കാനാണ് ഞങ്ങൾ പോയത്. പിന്നെ ആത്മീയതയൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര നല്ലൊരു മനസ്സിന് നല്ല സന്തോഷം, ഒരു സമാധാനം ഒക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. പിന്നെ അവിടുത്തെ വിശ്വാസികളുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതൊക്കെ വിശുദ്ധ ആൻ്റണീനെ പറ്റി അങ്ങനെ പറയണത്. ആ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെല്ലാവരും ഞങ്ങൾ സന്ദർശിച്ചു. നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിർമ, നല്ലൊരു ഇതായിരുന്നു. ചർച്ചിൻ്റെ ഉള്ളിൽ, ബസിലിക്കയുടെ ഉള്ളിൽ നല്ല സമാധാനവും ശാന്തിയും കിട്ടിയതിൻ്റെ ഉള്ള വാസ്തുവിദ്യ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പണിതേക്കണത് കാണാം, പണ്ടത്തെ ആ പഴമയുടെ അപ്പോഴും നിറഞ്ഞു നിൽക്കണം അത്. അങ്ങനെ ഞങ്ങൾ പള്ളി സന്ദർശിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ അവിടെ കുറച്ച് ഷോപ്പിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ചർച്ചിൻ്റെ അവിടെ. പിന്നെ രാത്രി നല്ലൊരു ഡിന്നറായിരുന്നു. ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. പതുവയിലായിരുന്നു ഞങ്ങൾ. അവിടെ തന്നെയാണ് ഞങ്ങൾ ഇന്നും താമസിക്കുന്നത്. ഇന്നലെ അവിടെ തന്നെയായിരുന്നു, ഇന്നും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ.